സംസ്ഥാന സർക്കാരിലും CBI സംഘത്തിലും വിശ്വാസമില്ലെന്ന് വാളയാർ പെൺകുട്ടികളുടെ മാതാവ് 24-നോട്. കുടുംബം ആവശ്യപ്പെടുന്ന ആളെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ സർക്കാരിന് ഭയമാണ്. കേസ് അന്വേഷിക്കാൻ കേരളത്തിന് പുറത്തു നിന്നുള്ള സംഘത്തെ CBI നിയോഗിക്കണമെന്ന് മാതാവ് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും സുരക്ഷ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ 2016 കയറി വരുന്നത്. അവിടെ മുതൽ ഇതുവരെ അവർ വാക്ക് പറയല്ലാതെ ഇവിടം വരെ ഒന്നും പാലിച്ചിട്ടില്ല. കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കേണ്ട പകരം അവർ പ്രൊമോഷൻ കൊടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പോൾ IPS കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വിധി വരുന്നവരെയും സർക്കാർക്ക് ആക്കാൻ പറ്റാതെയാണ് അവരിത് ചെയ്തത്. സംസ്ഥാന സർക്കാരിൽ നിന്ന് നീതി കിട്ടും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ? മര്യാദയ്ക്ക് നല്ല രീതിയിലാണ് കൊണ്ടുപോകണമെങ്കിൽ നീതി കിട്ടും. പക്ഷെ അവർ എന്തുകൊണ്ടാണ് ഈ ഇരകൾക്കൊപ്പം നിൽക്കുന്നതിൻ്റെ പകരം വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നതെന്നുള്ളതാണ് നമുക്കറിയാത്തത്. പ്രതികളിലെ മുഴുവൻ രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിലും വാളയാർ കേസ് അട്ടിമറിച്ചതിൻ്റെ പേരിലും സോജന കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ട് നമുക്കിത് കാണാൻ പറ്റും ഈ IPSനെ. അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ കേസിൽ നിയമിക്കണം എന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു. ഇതുവരെ അത് പാലിക്കപ്പെട്ടിട്ടില്ല നിലവിലത്തെ സാഹചര്യത്തിൽ. ഇല്ല. അപ്പോൾ സർക്കാർക്കും ഇപ്പോൾ വന്ന CBIക്കും നമ്മൾ ആവശ്യപ്പെടുന്ന വക്കീലിന് അവർക്ക് ഭയമുണ്ട്. ഒരു പക്ഷേ രാജേഷ് മേനോൻ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതിയിൽ എത്തുമോ എന്നുള്ള ഭയമാണ് സർക്കാരും ഇപ്പോഴത്തെ CBIയും ചെയ്തുകൊണ്ട്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ CBIൻ്റെ അന്വേഷണം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമില്ല. കാരണം നമ്മൾ CBI വരുന്നതിൻ്റെ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൻ്റെ അകത്തുള്ള CBI എന്നല്ല ഏത് ഉദ്യോഗസ്ഥന്മാർ വന്നാലും ഈ കേസ് ഒരിക്കലും ജയിക്കാൻ സമ്മതിക്കില്ല. സോജൻ്റെ സമ്മർദ്ദം ഉണ്ടാവും, മാത്രമല്ല സർക്കാരിൻ്റെ സമ്മർദ്ദം ഉണ്ടാവും. അതുകൊണ്ട് കേരളത്തിൻ്റെ പുറത്തുള്ള CBI വന്ന് കേസ് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് തന്നെ ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് മറ്റു വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ? ഗുഡ് മോർണിംഗ്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ. അവരുടെ നേതൃത്വത്തിൽ ഈ സമരസമിതി, വാളയാർ സമരസമിതി, ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് ഒരു യാത്ര ആരംഭിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ യാത്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, അതായത് സർക്കാരിന് മുന്നിൽ ചില ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു, എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ, മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സോജൻ IPS നൽകാനുള്ള തിരക്കിലാണ് സർക്കാർ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട വിമർശനം. അവർ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് രാജേഷ് മേനോൻ എന്ന നേരത്തെ മധു വധക്കേസിലൊക്കെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന രാജേഷ് മേനോനെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണം എന്നുള്ളവരുടെ ആവശ്യം ഇതുവരെ സർക്കാർ പരിഗണിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ രാജേഷ് മേനോനെ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയാണെങ്കിൽ കേസ് തെളിയുമെന്നുള്ളൊരു ആശങ്ക സർക്കാരിനുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നിയമനം നടത്താത്തത് എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തു നിന്നുള്ളൊരു CBI സംഘം ഈ കേസ് അന്വേഷിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അതും ഇതുവരെ നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഈ പുറത്തുനിന്നുള്ള CBI സംഘമാണ് അന്വേഷിക്കുന്നതെങ്കിൽ യഥാർത്ഥ അന്വേഷണം നടന്നാൽ ഈ കേസിലെ പ്രതികൾ പുറത്തു വരുമോ എന്നുള്ള ആശങ്കയാണ് സർക്കാരിന്. തുടങ്ങിയ വിവിധ വിമർശനങ്ങളാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഈ മാസം 30-ന് ഈ സ്ത്രീ സുരക്ഷാ യാത്ര ആരംഭിക്കുകയാണ്. അത് വിവിധ ജില്ലകളിലൂടെ കടന്നുപോകും. അത് പാലക്കാടായിരിക്കും അവസാനിക്കുക. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിലുള്ള ഒരു രൂക്ഷമായിട്ടുള്ള പ്രതികരണം സംസ്ഥാന സർക്കാരിനെതിരെ വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.